തേർഡ് മോഡ്യൂളിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടത്. സി ഒരു ഓറിയൻറ്റഡ് പ്ലെയിൻ കർവ് ആണെങ്കിൽ അവിടെ ഈഫ് ആൻഡ് ഓൾ ഈഫ് കണ്ടീഷൻ ഉണ്ടാവും. ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ കുറച്ച് ടഫാണ്. അപ്പോൾ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള നോട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾ അതെങ്കിലും അറ്റ്ലീസ്റ്റ് കാണാപ്പാടെങ്കിലും പഠിച്ചിട്ട് പോവുക. അതെന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈഫ് ആൻഡ് ഓൾ ഈഫ് കണ്ടീഷനാണ് കാണിക്കേണ്ടത്. എന്താ കാണിക്കേണ്ടത്? സിയിൽ അവിടെ ഒരു ഗ്ലോബൽ പാരാമീറ്ററൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ സി കണ്ടഡാണെന്ന് കാണിക്കണം. ഇനി നമുക്ക് ഗ്ലോബൽ പാരാമീറ്ററൈസേഷൻ്റെ ഡെഫിനിഷൻ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സി കണ്ടഡാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നേരെ എഴുതി വെച്ചാൽ മതി. ടു പ്രൂവ് ദ നെസസിറ്റി കണ്ടീഷൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഗ്ലോബൽ പാരാമീറ്ററൈസേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് സി കണ്ടഡ്. അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് നേരെ തിരിച്ച് കാണിക്കണം. സി കണ്ടഡ് ആണെങ്കിൽ ഗ്ലോബൽ പാരാമീറ്ററൈസേഷൻ ആണെന്ന് കാണിക്കണം. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ഈ ഒരു ഗ്രാഫ് ഇത് നിങ്ങൾ എഴുതി പഠിപ്പിക്കേണ്ട കേട്ടോ, വരക്കേണ്ടതല്ല, ടെക്സ്റ്റിൽ മുഴുവൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ സി കണ്ടഡ് ആണെങ്കിൽ ഗ്ലോബൽ പാരാമീറ്ററൈസേഷൻ ആണെന്ന് കാണിക്കണം. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഞാൻ ഒരു ആൽഫ എന്ന് പറയുന്ന ഒരു ഇൻറ്റഗ്രൽ കർവിനെ ഞാൻ ഡിഫൈൻ ചെയ്യാം. ഈ ആൽഫ ലോക്കൽ പാരാമീറ്ററൈസേഷൻ ആണെന്ന് കരുതാം. ലോക്കൽ പാരാമീറ്ററൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഗ്ലോബൽ പാരാമീറ്ററൈസേഷൻ തന്നെ ലോക്കൽ പാരാമീറ്ററൈസേഷൻ്റെ കൂടെ ആൽഫ ഓൺ ടു എന്ന് പറയുന്ന കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്താലാണ് ഇത് ഗ്ലോബൽ പാരാമീറ്ററൈസേഷൻ ആവുക. നമ്മുടെ ആൽഫ ഗ്ലോബൽ പാരാമീറ്ററൈസേഷൻ ആവുക. അപ്പോൾ ഇത് ലോക്കൽ പാരാമീറ്ററൈസേഷൻ ആണെന്ന് നമ്മൾ കരുതി കഴിഞ്ഞാൽ നമുക്ക് സുഖം എന്താ? ആൽഫ ഓൺ ടു ആണെന്ന് കൂടി കാണിച്ചു കഴിഞ്ഞാൽ അത് ഗ്ലോബലായി. അപ്പോൾ നമ്മളിനി കാണുന്ന ഈ ആൽഫ എന്ന് പറയുന്നത് ലോക്കൽ പാരാമീറ്ററൈസേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ എഫ് എന്തിനാണെന്നറിയോ? ഈ ആൽഫ എന്ന് പറയുന്നത് മാക്സിമൽ ഇൻറ്റഗ്രൽ കർവ് ആണെന്ന് നമുക്ക് കാണിക്കണം. അതിന് നമുക്ക് ഈ എഫിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു എഫിന് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇത് മാക്സിമൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ എഫിനെ ഒരു -π/2 ഡിഗ്രിയിൽ, എഫിനല്ല ഡെൽ എഫിനെ ഒരു -π/2 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൽഫ എന്തായെന്ന് അറിയാം? മാക്സിമൽ ഇൻറ്റഗ്രൽ കർവായി. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് നമുക്ക് ഈ എഫ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ എഫിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി ഡെൽ എഫിനെ -π/2 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൽഫ എന്തായി? മാക്സിമൽ ഇൻറ്റഗ്രൽ കർവായി. മാക്സിമൽ ഇൻറ്റഗ്രൽ കർവ് എന്ന് പറയുമ്പോൾ ഇനി സിയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഏതൊരു ഇൻറ്റഗ്രൽ കർവ് എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ മാക്സിമം ആരായി? എഫ് ആൽഫ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഐന്ന് ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ P1ലേക്ക് മാപ്പ് ചെയ്യുന്നു. ഈ P1 എന്ന് പറയുന്നത് എഫിലൂടെ ഏതൊരു കോൺസ്റ്റൻറ്റ് സിയിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇത്രയൊക്കെ നമ്മൾ ടെക്സ്റ്റ് പറഞ്ഞിട്ട് നമ്മളോട് പറയുന്നത് എന്താ? ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? ആൽഫ ഓൺ ടു ആണെന്ന് കാണിച്ചാൽ മതി അല്ലേ? ആൽഫ ഓൺ ടു എന്ന് പറയുമ്പോൾ ഇതിലുള്ള P1 എടുത്തു കഴിഞ്ഞാൽ അത് ഇമേജ് ഓഫ് ആൽഫയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടായി. ഓക്കെ, എന്താ നമുക്ക് കാണിക്കേണ്ടത്? ഇതിലേതെങ്കിലും ഒരു പോയിന്റ് P1 എടുത്തു കഴിഞ്ഞാൽ അത് ഇമേജ് ഓഫ് ആൽഫയിൽ ഉണ്ടെന്ന് കാണിച്ചാൽ നമ്മുടെ പ്രൂഫായി. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അവരിതാ ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്നറിയോ? നമ്മുടെ ആൽഫ മാക്സിമൽ ഇൻറ്റഗ്രൽ കർവ് അല്ലേ? ആൽഫ എന്ന് പറയുന്നത് മാക്സിമൽ ഇൻറ്റഗ്രൽ കർവാണ്. അതിൻ്റെ താഴെ ഒരു ഇൻറ്റഗ്രൽ കർവ് ഞാൻ ബീറ്റ എടുക്കുന്നു. വേറൊരു ഇൻറ്റഗ്രൽ കർവ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ കർവ് അല്ല, ബീറ്റ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് മാപ്പാണ്. നമ്മുടെ സി എന്ന് പറയുന്നത് കണക്റ്റഡ് അല്ലേ? സി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ബീറ്റ ഓഫ് എ ബിയിൽ നിന്ന് നമ്മുടെ സിയിലേക്ക് ഒരു മാപ്പ് ഉണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ടുള്ള. ഇനി നോക്കിയേ, ബീറ്റ ഓഫ് എ എന്ന് പറയുന്നത് ഞാൻ പി ആയിട്ടും ബീറ്റ ഓഫ് ബീനെ P1 ആയിട്ടും ഞാൻ എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടാവും, അത് ബീറ്റ ഓഫ് ടിയിലേക്ക് മാപ്പ് ചെയ്യും. T0 എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ടാവും, അത് P0ലേക്ക് മാപ്പ് ചെയ്യും. ഈ P0നെ നമ്മുടെ ഇൻറ്റഗ്രൽ കർവ് ആയിട്ടുള്ള ഈ ഗാമ ഉണ്ടല്ലോ, ഈ P0ലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് 0 എന്ന് പറയുന്നത്. ഗാമയിൽ 0 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നത്? P0ലേക്ക്. ഇനി ഞാൻ ഈ P0 വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ വരക്കുന്നു. ഈ റെക്റ്റാങ്കിൾ വരച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി വെച്ചിട്ട് എന്ത് പറയാൻ പറ്റുമെന്ന് അറിയോ? ഈ ടീൻ്റെയും T0ൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് < ആണെങ്കിൽ ഇവിടെ ഇങ്ങനൊരു റെക്റ്റാങ്കിളിൽ ഇവർ രണ്ടുപേരും എക്സിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് എന്ത് കാണിക്കണം എന്നറിയോ? ഇവിടെയുള്ള ഈ ബീറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ആൽഫൻ്റെ ഇമേജിലുണ്ടെന്ന് കാണിക്കണം. ഓക്കെ, ബീറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ആൽഫൻ്റെ ഇമേജിലുണ്ടെന്ന് കാണിച്ചാൽ നമ്മുടെ റിസൾട്ട് ആവും. ബീറ്റ ഓഫ് ടി ആൽഫൻ്റെ ഇമേജിലുണ്ടെന്ന് കാണിച്ചാൽ റിസൾട്ട് ആവുന്നത് എങ്ങനെയാണെന്നറിയോ? ഇപ്പം നമ്മുടെ ബീറ്റ ഓഫ് ടി എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ സിയിലെ. ഈ സിയിലുള്ള ഒരു പോയിൻ്റ് ഇതിൻ്റെ ഇമേജ് ആയിക്കഴിഞ്ഞാൽ റിസൾട്ട് ആവുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ബീറ്റ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് ആൽഫ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ആവുന്നത്. ഇനി നോക്കി, ഇതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ ബീറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ശരിക്കും എവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ബീറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഒരു ആൽഫൻ്റെ ഇമേജിലുണ്ടെന്ന് കാണിക്കുക, ഗാമൻ്റെ ഇമേജിലുണ്ടെന്ന് കാണിക്കുക. ഇനി ആൽഫ എന്ന് പറയുന്നത് മാക്സിമൽ ഇൻറ്റഗ്രൽ കർവ് ആയതുകൊണ്ട് ഏതൊരു ഇൻറ്റഗ്രൽ കർവ് എടുത്തു കഴിഞ്ഞാലും അതിനേക്കാളൊക്കെ വലിയൊരു ഇൻറ്റഗ്രൽ കർവ് ആൽഫ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ കാണിച്ചാൽ മതി. ബീറ്റ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് ഗാമൻ്റെ സബ്സെറ്റിലുണ്ടെന്ന് കാണിച്ചാൽ മതി. ഇനി ഇത് കാണിക്കാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇത് കാണിക്കാൻ നമ്മുടെ ബീറ്റ ഓഫ് ടിയിലുള്ള ഒരു പോയിന്റ് നമ്മൾ എടുക്കുക ചെയ്യുന്നത്. ബീറ്റ ഓഫ് ടിയിലല്ല, നമ്മുടെ ഈ ബി എന്ന് പറയുന്ന ഈ റെക്റ്റാങ്കിൾ, ഈ ബി എന്ന് പറയുന്ന റെക്റ്റാങ്കിളും
ബി എന്ന് പറയുന്ന റെക്റ്റാങ്കിളും നമ്മുടെ സി എന്ന് പറയുന്ന ഈ ഒരു കണക്റ്റഡ് സ്പേസും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പോയിൻ്റാണ് നമ്മുടെ ബീറ്റ ഓഫ് ടി എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ അല്ലേ, ഈ ഒരു റെക്റ്റാങ്കിളും ഈ ഒരു സി എന്ന് പറയുന്ന ഈ കണക്റ്റഡ് പാത്തും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എടുത്തിട്ടുള്ള ഇൻ്റർസെക്ഷൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബീറ്റ് ഓഫ് ടി എന്ന് കാണിക്കണം. ഇത് നമ്മൾ വേറെ കാണിക്കുക ചെയ്യുന്നത്, വേറെ ആയിട്ട് തന്നെ കാണിക്കണം. അപ്പോൾ ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ കാണുന്ന ബീറ്റ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഗാമൻ്റെ ഇമേജിലുള്ളതാണ്. ഗാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഫൻ്റെ സബ്സെറ്റാണ്. കാരണം ആൽഫ എന്ന് പറയുന്നത് മാക്സിമൽ ഇൻ്റഗ്രൽ കർവ്. അങ്ങനെയാണ് നമ്മൾ ആ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് കാണിക്കണം? ഈ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ബീറ്റ് ഓഫ് ടി എന്ന് പറയുന്നത് ബി ഇൻ്റർസെക്ഷൻ സിയിലുള്ളതാണെന്ന് നമുക്ക് കാണിക്കണം. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ? അതിലിതാ നമ്മൾ ഈ ഗ്രാഫ് അങ്ങ് വരച്ച് വെച്ചാൽ മതി. ഇതിന് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിച്ചു. അതിൻ്റെ ആ ടെക്സ്റ്റിൻ്റെ നോട്ടിൻ്റെ PDF വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിടാം കേട്ടോ. ടെക്സ്റ്റിൻ്റെ നോട്ട് ഞാൻ യൂട്യൂബിലിടാം. അപ്പോൾ ഇനി നമുക്ക് ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഇതിൽ നമ്മൾ ഈ ഒരു പോയിന്റ് കണ്ടോ? ഇത് നമ്മുടെ പി നോട്ട് എന്ന് പറഞ്ഞ പോയിൻ്റാണ്. ഏതാണ്? ഇതാണ് നമ്മുടെ പി നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ്. ഈ പി നോട്ടിന് വെച്ചിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയില്ലേ ബി എന്ന് പറയുന്നത്? അതാണ് ഈ കാണുന്ന റെക്റ്റാങ്കിൾ ബി എന്ന് പറയുന്നത്. ഈ ഒരു ഇങ്ങനെ ലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള റെക്റ്റാങ്കിൾ. ഇതിൽ നമ്മൾ സി എന്ന് പറയുന്നത് നമ്മുടെ കണക്റ്റഡ് ആയിട്ടുള്ള പാത്ത്. അതാണ് ഈ സി എന്ന് പറഞ്ഞ കണക്റ്റഡ് ആയിട്ടുള്ള പാത്ത്. ഇനി ഗാമ ഓഫ് T1 ഗാമ ഓഫ് T2 കണ്ടോ? അതെന്താ? നമ്മുടെ ഗാമ ഓഫ് T1 ഇവിടെ ഈ ഒരു T1 ഉണ്ട്, അത് ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ T2 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, അത് ഇങ്ങോട്ടേക്ക്. അതാണ് ഈ ഗാമ ഓഫ് T1 ഗാമ ഓഫ് T2. ഇനി ഈ പോയിന്റ് കണ്ടോ? ഇത് ഇങ്ങോട്ടേക്ക് P0 U ആണ്, ഇങ്ങോട്ടേക്ക് P0 V ആണ്. ഇനി ഒരു എപ്സിലോൺ ആറിന് നമ്മൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അവിടെ ഒരു എപ്സിലോൺ ആറിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഇമേജ് ഓഫ് എപ്സിലോൺ ആർ ആയിട്ട്. ഇതിൽ ഈ ഒരു മുഴുവനായിട്ടുള്ള റെക്റ്റാങ്കിൾ ഉണ്ടോ അതിനെ എ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് അറിയോ? ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ബീറ്റ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ബി ഇൻ്റർസെക്ഷൻ സിയിലുള്ള നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രൂഫ് പോകുന്നത്.